ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ PSC വേൾഡ്. അപ്പോൾ 10th പ്രിലിംസിൻ്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേജ് സംബന്ധിച്ചിട്ടുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും. ഇത് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ക്യാൻസൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമ്മൾ രണ്ട് പേപ്പർ നോക്കുമ്പോഴാണെങ്കിലും 50+ ക്വസ്റ്റ്യൻസ് എന്തായാലും ഞാൻ ക്ലാസ്സിൽ SCRT ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ, ടെസ്റ്റ് സീരീസിൽ ക്വസ്റ്റ്യൻസ് ആയിട്ടിട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഈസി ആയിട്ട് നല്ലൊരു സ്കോറിങ്ങിലേക്ക് തന്നെ എത്താൻ പറ്റുന്നതാണ് രണ്ട് പേപ്പറും. ഓക്കെ, നമ്മൾ നോക്കുമ്പോൾ അതിലെനിക്ക് ഭയങ്കരധികം സന്തോഷമുണ്ട്. കാരണം പഠിക്കാൻ പറഞ്ഞ കുറേയധികം കാര്യങ്ങൾ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു ലാസ്റ്റ് ഇതിലാണെങ്കിലും കറണ്ട് അഫയേഴ്സിനെ സംബന്ധിച്ച് കൊടുത്ത നോട്ട്സിൽ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മന്ത്രിസഭ റിലേറ്റഡ് ആയിട്ടാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഒരു 3 or 4 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മന്ത്രിസഭ വകുപ്പ് റിലേറ്റഡ് ആണ്. അപ്പോൾ അത് ഞാൻ നോട്ട് കൊടുത്തപ്പോൾ വിത്ത് മണ്ഡലം അടക്കമാണ് കൊടുത്തത്. കാരണം അതിൽ നിന്ന് ചോദിക്കുന്ന ഒരു ഹിന്റ് നമുക്ക് നേരത്തെ തന്നെ മനസ്സിലായി എന്തായാലും ചോദിക്കും. അപ്പോൾ ഓൾറെഡി ഇലക്ഷൻ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസും ഞാൻ പഠിക്കണം എന്ന് എപ്പോഴും പറയാറുള്ളതാണ്. അതിൻ്റെ എക്സാക്ട് ഡേറ്റ് ആണ് ഫസ്റ്റ് സ്റ്റേജ് ചോദിച്ചെങ്കിൽ സെക്കൻഡ് സ്റ്റേജ് കംപ്ലീറ്റ് മന്ത്രിസഭാ വകുപ്പ് അത് റിലേറ്റഡ് ഒക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലേ നമ്മൾ ഒരാളുടെ അശ്രദ്ധയാണ് എന്തോരം പേരുടെ ഒരു എന്താ പറയുക പഠിച്ച് വന്നിറങ്ങി അത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്ത് പരീക്ഷ എഴുതാൻ വരുന്നവരുണ്ട്. അപ്പോൾ അത്രയും അധികം എന്താണ് ഇതിൻ്റെ പിന്നിൽ പ്രയത്നിച്ചിട്ടാണ് ഓരോരുത്തരും അവരുടെ അറ്റംപ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇത് കാരണം കംപ്ലീറ്റ് ഈ പറയുന്ന നമ്മളുടെ എല്ലാ ജില്ലകളിലെയും ഈ സെക്കൻഡ് സ്റ്റേജ് എഴുതാൻ പോകുന്നവരെ വളരെയധികം എഫക്റ്റ് ചെയ്യാന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അത് അത്രയും ലോങ് ഡിസ്റ്റൻസിലൊക്കെ കിടക്കുന്നവരുണ്ട്. ഓക്കെ, ഈ എക്സാം സെൻറ്ററൊക്കെ. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താണ് കുറച്ചും കൂടി കാര്യങ്ങളിൽ എന്താ പറയുക എഫിഷ്യൻസി വേണം എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത് അല്ലേ. അപ്പോൾ ലെറ്റ്സ് ഹോപ്പ് ഇനി അടുത്ത ഒരു ഘട്ടങ്ങളിൽ എഴുതുന്നവർക്കൊന്നും ഈ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കട്ടെ. കാരണം അത് എഴുതുന്നവരെയാണ് വളരെയധികം ബാധിക്കുന്നത്. അതൊന്നും ഇനി സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ ഈ പറയുന്ന ഇനി അങ്ങോട്ട് 3rd and 4th സ്റ്റേജസ് എഴുതാൻ പോകുന്നവരാണെങ്കിലും അതുപോലെ ഇപ്പോൾ ഈ ക്യാൻസൽഡ് ആയിട്ടുള്ളതും ഇനി അത് ആ ഒരു ഇതിൽ എഴുതാൻ പറ്റാത്തവരൊക്കെ ഇനി ഒരു റീടെസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്കാണെങ്കിലും ഈ പറയുന്ന ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുന്നത് കാണിച്ചു തരുന്നത് ഒബ്വിയസ്ലി നമുക്കൊരു 70 എബവ് സ്കോർ ചെയ്യാനുള്ള വകുപ്പ് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട്. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നോക്കി കണ്ട് മനസ്സിലാക്കി എടുത്ത് പഠിച്ച് ഇപ്പോഴേ സെറ്റാക്കി ഇരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ 2 ചോദ്യപേപ്പറിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ ഏതൊരു ചോദ്യപേപ്പറിലും നമുക്ക് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് എന്ന് തോന്നുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളും കാണാം. അത് തെരഞ്ഞു പിടിച്ച് ഈ ഒരു സമയം പഠിക്കുക എന്നുള്ളത് എത്രത്തോളം പോസിബിൾ ആണെന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്ക് കറണ്ട് അഫെയർ ഓറിയൻറ്റഡ് ആയിട്ട് കുറച്ചും കൂടെ അലേർട്ടായിട്ടിരിക്കാം. കാരണം അത്യാവശ്യം രീതിയിലുള്ളതൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കാത്ത ടൈപ്പ് ഓഫ് കറണ്ട് അഫെയർസും അവർ ഇടുന്നുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ അത് ചോദ്യപേപ്പർ കണ്ടപ്പോൾ മനസ്സിലായി കാണും. പിന്നെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളെ നല്ല രീതിയിൽ പോളിഷ് ചെയ്തെടുക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നിങ്ങൾക്ക് SCRT നമ്മൾ എന്തായാലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുമെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ഫസ്റ്റ് പേപ്പറിൽ നിങ്ങൾ നോക്കുമ്പോൾ ജിയോഗ്രഫിയുടെ ഒരു ഭാഗമാണ് NCERT എന്ന് പറയുന്ന ഒരു പോർഷനിൽ നിന്ന് വന്നിട്ടുള്ളത്. സെക്കൻഡ് സ്റ്റേജിൽ നിങ്ങൾ ജിയോഗ്രഫി ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല ഈ പറയുന്ന NCERTയിൽ നിന്ന്. അപ്പോൾ ഈ NCERT ഇതിന് വേണ്ടി എത്രത്തോളം പഠിക്കണം എന്നുള്ളത് ഫുള്ളി നമുക്കെങ്ങനെ പറയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഇവരിപ്പോൾ ആ ഒരു എന്താണ് ഇതാണ് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എന്താണ് പറയുക 7th സ്റ്റാൻഡേർഡ് ആണ് 10th സ്റ്റാൻഡേർഡ് ബേസ് ആണെന്നൊക്കെ പറഞ്ഞാലും ഈ +1 +2 പറയുന്ന ജിയോഗ്രഫിയുടെ ആസ്പെക്റ്റ് ഒക്കെ പഠിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഏരിയ ആണ്. എന്നാലും അത്യാവശ്യം ഇപ്പോൾ ഈ ഒരു പാറ്റേൺ കണ്ടിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് വെക്കാം എന്നുള്ളത് മാത്രമാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അത് സ്പെസിഫിക് ആയിട്ട് ഇന്ത്യൻ ജിയോഗ്രഫി എന്ന് പറയുന്ന ഒരു പോർഷനാണ് നമുക്ക് എടുത്തിട്ടുള്ളത് കൊണ്ട് നമ്മൾ NCERTയുടെ ആ ഒരു പോർഷൻ നോക്കി വെക്കുന്നത് നല്ലത് തന്നെയാണ്. ഓക്കെ, നമുക്ക് ഇനിയും അത് എക്സ്പെക്ട് ചെയ്യാം. കാരണം നമുക്കൊരു മോഡൽ അവർ തന്നെ കാണിച്ചു തന്നു. അപ്പോൾ ഇതാണ് ആ ടെക്സ്റ്റ്. ഇന്ത്യ ഭൗതിക പരിസ്ഥിതി എന്ന് പറയുന്നതാണ് +1 ജിയോഗ്രഫിയുടെ ആ ഒരു പോർഷൻ എന്ന് പറയുന്നത്. ഇതിൽ ആദ്യം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എന്താണ് ഇന്ത്യനെ സംബന്ധിച്ചിട്ടുള്ള ഫാക്ട്സ് ആണ് കൂടുതലും. ഇന്ത്യയുടെ സ്ഥാനത്തെ കുറിച്ചിട്ടാണ്. അപ്പോൾ ലൊക്കേഷനെ കുറിച്ച് കുറച്ച് ക്രിസ്പായിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ടുണ്ട്. പിന്നെ ഭൂപ്രകൃതി എന്നുള്ളതിൽ ഘടനയും ഭൂപ്രകൃതിയും നീരൊഴുക്ക് വ്യൂഹം ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ടുള്ള ഒരു ഡ്രെയിനേജ് സിസ്റ്റത്തിൽ നിന്നൊക്കെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. കാരണം അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ടുള്ള ഫാക്ട്സ് ഇതിലുണ്ട്. അപ്പോൾ ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നതിൽ അത്യാവശ്യം വേണ്ട പോർഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, വരും ദിവസങ്ങളിൽ ഒന്ന് നോക്കി പോകാം. ഓക്കെ, ഒരു ഇപ്പോൾ 3rd and 4th സ്റ്റേജസ് ആണെങ്കിലും ഇനി അങ്ങോട്ടുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കാണെങ്കിലും ഹെൽപ്ഫുൾ ആകട്ടെ. കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇത് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അത് അത്യാവശ്യം നമുക്കിപ്പോൾ ഈ ഒരു ഒറ്റ വീഡിയോയിൽ തീർക്കാൻ പറ്റുന്നതല്ല. കാരണം ഭൂപ്രകൃതി സംബന്ധിച്ച കാര്യങ്ങൾക്ക് ഓരോ ജിയോഗ്രഫിക് ഡിവിഷനെ സംബന്ധിച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, കുറേയധികം ഫാക്ട്സുകൾ ഇതിൻ്റെ ഇടയിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഒരു 2-3 ചോദ്യങ്ങളാണ് ഫസ്റ്റ് സ്റ്റേജിന് നിങ്ങൾ കണ്ടത്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം എന്താണ് ഇത് വായിച്ചെടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ജിയോഗ്രഫി കൺസേൺഡ് എന്നുള്ള രീതിയിൽ ഇതിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പക്ഷെ എന്താണ് നമുക്ക്
എല്ലാപ്പോഴും അത് എക്സ്പെക്ട് ചെയ്യണമെന്നില്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇപ്പോൾ ഈ ഒരു ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് തന്നെ എല്ലാം ചോദിക്കണമെന്നില്ല. ചിലപ്പോൾ അവരെന്ത് ചെയ്യും, SCRT പിടിക്കും. അപ്പോൾ അത് ഇറ്റ് ഡിപ്പെൻസ്. കാരണം ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ ഒറ്റ എക്സാം ആയിട്ട് നടന്ന നമ്മളുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന എക്സാമിന് കംപ്ലീറ്റ് SCRT അവർ ചോദിച്ചത്. അതൊരു LD ലെവലിലെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ എന്നിട്ടും അവർ SCRT ഫോക്കസ്ഡ് ആയിട്ടാണ് ചോദിച്ചത്. അപ്പോൾ ഇറ്റ് ഡിപ്പെൻസ്. നമുക്ക് പറയാൻ പറ്റില്ല അവർ ഏത് റെഫർ ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന രീതിയിൽ ഇടുന്നത്. അപ്പോൾ നമുക്കൊരു റിസ്ക് എടുക്കേണ്ട. നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഇന്ത്യൻ ജോഗ്രഫിയുടെ പെർസ്പെക്റ്റീവിൽ നിന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ടെക്സ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് വേണ്ടത് മാത്രം ഒന്ന് ഫോക്കസ് ചെയ്ത് പോകാം. അപ്പോൾ അടുത്ത ദിവസങ്ങളിലായിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഇതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് നമുക്ക് ഓരോ പോർഷൻസ് കുറച്ച് പറ്റാവുന്നത്രയും നോക്കാം. ഓക്കെ, അപ്പോൾ സോ ദാറ്റ് ഇതിൽ നിന്ന് വന്നാൽ നമുക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, ഈ പറയുന്ന ഹിസ്റ്ററി എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഈ ഒരു ഒറ്റ നിമിഷം കൊണ്ട് നിങ്ങൾ വായിച്ചു തീർക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചാൽ അത് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് +1 +2 ലെവലാണ്, അത്യാവശ്യം കോണ്ടന്റ് ഉണ്ട് അതിൽ. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ ഓൾറെഡി പഠിച്ച് സെറ്റായിട്ടിരിക്കുന്ന കാര്യങ്ങൾ ഒബ്വിയസ്ലി നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് എന്തായാലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പോർഷൻസ് അവർ ഇടുന്നുണ്ട്. അത് ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ നമ്മളുടെ SCRTയും അത്യാവശ്യം PYQവും മാക്സിമം മോക്ക് ടെസ്റ്റുകളും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ധാരാളമാണത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ എനിക്ക് ഇനി അങ്ങോട്ട് എഴുതാൻ പോകുന്നവർ ഫോക്കസ് ചെയ്യണം എന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് അത്യാവശ്യം ഒന്ന് ശ്രദ്ധിച്ചോളുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് അവിടെ എക്സ്ട്രാ ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു സാധനം ഇതായിരിക്കും, കറണ്ട് അഫയേഴ്സ് ആയിരിക്കും. പിന്നെ ബാക്കിയുള്ള ഏരിയാസ് നമുക്ക് ആയിട്ടാണ് പലതിനെ സംബന്ധിച്ച് നമ്മളവിടെ പഠിക്കാൻ പറയുന്നത് സിലബസിൽ. പക്ഷേ അവർ ചോദിക്കുന്നത് കുറച്ചും കൂടെ അതിൻ്റെ ചുറ്റിപ്പറ്റി നിന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ടെസ്റ്റ് സീരീസിൽ പക്ഷേ ഞാൻ എടുത്തപ്പോൾ എല്ലാം ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഓരോ പോർഷൻ വെച്ചിട്ടാണ് പഠിക്കാൻ പറഞ്ഞിരുന്നതും ചെയ്യാൻ പറഞ്ഞിരുന്നതും. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇവർ ഏതിന് ചോദിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ സിലബസിൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് ആ ഒരു ക്യാൻസൽഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ എക്സാക്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ ലാസ്റ്റ് മൊമെന്റിൽ ഞാൻ 10th+ മോഡൽ എക്സാം ഇട്ട് അതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒബ്വിയസ്ലി അറിയാം കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെ ചെയ്താലും ഇതൊക്കെയാണ് വരാൻ സാധ്യതയുള്ളത് എന്നുള്ളത് നമ്മൾ ഇതുവരെയുള്ള PYQs ഒക്കെ അനലൈസ് ചെയ്തിട്ട് പറയുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു മേൽക്കൈ നേടണം എന്നുണ്ടെങ്കിൽ കറണ്ട് അഫയേഴ്സ് അത്യാവശ്യം ഒന്ന് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക. പിന്നെ ഇപ്പോൾ ഇന്ത്യൻ ജോഗ്രഫി എന്ന് പറയുന്ന ഒരു ഏരിയ NCERT പോർഷൻ ആയതുകൊണ്ട് അതിൽ നിന്ന് വേണ്ട കാര്യങ്ങളെ മാത്രം ഒന്ന് എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ മാത്രം ഒന്ന് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ ഹോട്ട് ടോപ്പിക്സിൽ നിന്നൊക്കെ ധാരാളം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ കംപ്ലീറ്റ് SCERT ക്ലാസ്സും ഹോട്ട് ടോപ്പിക്സും അതുപോലെ തന്നെ ഞാൻ എൻ്റെ ചാനലിൻ്റെ Level 2 മെമ്പർഷിപ്പിൽ ഇട്ട സംഭവങ്ങൾ കറണ്ട് അഫയേഴ്സ് അതിൽ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ലിറ്റററി അവാർഡ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള കറണ്ട് അഫയേഴ്സ് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ ഓടക്കുഴൽ അവാർഡാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അത് കംപ്ലീറ്റ് ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാഹിത്യ പുരസ്കാരങ്ങളുടെ മാത്രമാണ് ഞാനൊരു നോട്ട് പോലെ പ്രിപ്പയർ ചെയ്ത് ഇതാക്കിയത്. അത് ഞാൻ പറഞ്ഞല്ലോ, Level 2 മെമ്പർഷിപ്പ് എടുത്തവർക്ക് ആക്സസ് ചെയ്യാൻ ഭാഗത്തിന്. അതുപോലെ തന്നെ അതിൽ ഞാൻ കറണ്ട് അഫയേഴ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണത്. അതിൽ നിന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളുടെ സന്തോഷ് ട്രോഫി സംഭവങ്ങളുടെ ഇപ്പോൾ ഈ ഒരു ചോദ്യം, രോഗങ്ങളെ പറ്റി പഠിക്കാൻ ലാബിൽ വളർത്തുന്ന ചെറുതും ത്രിമാന രൂപത്തിലുമുള്ള ടിഷ്യൂ മാതൃകകൾ. ഇത് SCERT ടെക്സ്റ്റിലെ ഒരു പോർഷനിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് 10th ക്ലാസ്സിൽ ജനറ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. പക്ഷെ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ബോക്സിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ആ ഒരു ബോക്സ്. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ ഇതിൽ വേറെയും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും അവരെല്ലാം അവർ ചോദിച്ചത് ഈ ഒരൊറ്റ കാര്യമാണ് ചോദിച്ചത്. കണ്ടോ? അതുപോലെ ഇത് കെമിസ്ട്രിയുടെ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ചതാണ്. പ്ലാസ്റ്റിക്കുകളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന പുനഃചംക്രമണ ചിഹ്നം എന്ന് പറയുന്നത് ഇതും നമ്മുടെ SCERT ടെക്സ്റ്റിലുള്ളതാണ്. പക്ഷെ ഇത് ക്യാൻസൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഈ ഒരു ഭാഗത്ത് നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് പറയാം. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ വേറൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്, ഈ പ്രകൃതിദത്ത പോളിമർ എന്നുള്ള ഈ ഒരു കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മളുടെ SCERT പാഠഭാഗങ്ങളിലുള്ളതാണ്. ഇങ്ങനെ നമ്മൾ ഇപ്പോൾ സാധാരണ നമ്മൾ പഠിക്കുന്ന പോർഷൻസ് കൂടാതെ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് ഇങ്ങനെ ബോക്സുകളിലായിട്ടും അല്ലാതെ സ്പെഷ്യലായിട്ടും കൊടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഇനി വരുന്ന എക്സാമിന് നിങ്ങൾ നോക്കേണ്ടി വരും. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓരോ ചോദ്യം റിലേറ്റഡ് ആയിട്ടുള്ള SCERT ചാപ്റ്റേഴ്സ് ഉണ്ട്. കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള 2 ക്വസ്റ്റൻസ് സെലക്റ്റീവ് ആയിട്ട് എടുത്ത് കാണിച്ചു എന്നുള്ളൂ. ബാക്കി സയൻസ് ഏരിയാസ് ആണെങ്കിലും ബാക്കിയുള്ള ഒക്കെ ആണെങ്കിലും നമുക്ക് ടെക്സ്റ്റിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് സ്പെഷ്യൽ ക്വസ്റ്റൻസ് ആയതുകൊണ്ട് ഞാൻ എടുത്ത് ഇത് മാത്രം ഒന്ന് കാണിച്ചു എന്നുള്ളൂ. ഓക്കെ, കാരണം അങ്ങനത്തെ രീതിയിലും ചോദിക്കുന്നുണ്ട്. നമ്മൾ സ്വന്തം എക്സ്പെക്ട് ചെയ്യുന്ന സാധാരണ കാര്യങ്ങൾ നമ്മൾ ഒബ്വിയസ്ലി SCERT ക്ലാസ്സിലാണെങ്കിലും പഠിപ്പിക്കും. പക്ഷെ ഈ പറയുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ നേരത്തെ കാണിച്ച ഓർഗാനോയിഡിന്റെ കാര്യമൊക്കെ ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ എടുത്തിരുന്നു. എന്താണ് ആ സംഭവം എന്ന് മാത്രം സ്പെസിഫൈ ചെയ്ത് കാണിച്ചു തരുന്നു. അപ്പോൾ അങ്ങനെ ടെക്സ്റ്റ് കാണിച്ച് പഠിക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഓർമ്മയിൽ നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഏരിയാസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്യാം. നമ്മൾ ആ സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞ എക്സ്ട്രാ ഡിഫിക്കൽട്ടി ലെവൽ കൂടിയത് മാത്രം എന്താണ്, അതിനെക്കുറിച്ച് നമുക്ക് പ്രഡിക്ഷൻ ഒന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വതവേ പഠിക്കുന്ന കുറച്ച് കറണ്ട് അഫയേഴ്സ് ഒക്കെ പഠിക്കും. അതിനുശേഷം പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കും അല്ലെ. അപ്പൊ അത് ഇങ്ങനെ ഇന്നത് തന്നെ വരണം എന്നുള്ളത് നമുക്ക് നിർബന്ധപൂർവ്വം അങ്ങനെ പറയാൻ പറ്റത്തില്ല. അപ്പൊ അത് വരുന്നതനുസരിച്ച് ചെയ്യാവുന്നതാണ്. പക്ഷെ അവിടെ എന്താണ്, അത്
അറിയാത്തത് ചെയ്ത് നെഗറ്റീവ്സ് ഉണ്ടാക്കരുത് എന്നുള്ളത് മാത്രം. ബാക്കിയുള്ള ഇത്തരത്തിലുള്ള പോർഷൻസ് അത്യാവശ്യം സ്കോർ ചെയ്ത് നിന്നാൽ മതി. കാരണം ഇത് പ്രിലിംസ് ആണ്, നമുക്ക് പ്രിലിംസ് കടക്കാനുള്ള ഒരു ഇത് മതി, ഇത് റാങ്ക് നിർണ്ണയിക്കുന്നതല്ല. അപ്പോൾ ആ ഒരു ലെവലിൽ നിന്ന് വേണം. പക്ഷെ ഒബ്വിയസ്ലി അത്യാവശ്യം കൂടിയ ലെവലിലുള്ള കട്ട് ഓഫ് ഒക്കെ പ്രതീക്ഷിക്കാം നമുക്ക്, കാരണം ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനത്തെ രീതിയിലാണ്. എന്നിരുന്നാലും അത്യാവശ്യം ഒരു രീതിയിലുള്ളതൊക്കെ ആകാം. അപ്പോൾ ആ ഒരു ലെവലിലോട്ടൊക്കെ നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അത് SCRT പാഠഭാഗങ്ങളിലാണെങ്കിൽ കൂടി 5 തൊട്ട് 10 വരെയുള്ളത് ശ്രദ്ധിച്ച് നോക്കിയേക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് എന്തായാലും നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന വകുപ്പുള്ള കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ എന്തായാലും ഒരു പ്രിലിംസ് എടുക്കാനുള്ള വകുപ്പ് എന്തായാലും നമ്മൾ പഠിച്ച് സെറ്റാക്കുന്നുണ്ട്. നമുക്ക് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാതിരിക്കുക, അറ്റംപ്റ്റ് ചെയ്യാതിരിക്കുക, അത് മാത്രമേ ഉള്ളൂ. കറക്കി കുത്താതിരിക്കുക. അത് ഒരു പക്ഷേ നമുക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവ് വരുത്തും. ഓക്കെ, സോ ഇനി അങ്ങോട്ട് എക്സാം ഉള്ളവരാണെങ്കിലും നല്ല രീതിയിൽ തന്നെ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ പറഞ്ഞ പോലെ ഇന്ത്യൻ ജിയോഗ്രഫി വിഷയങ്ങളുടെ ഒരു ഇതിൽ നിന്ന് പറയുകയാണെങ്കിൽ, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ തന്നെ എപ്പോഴും വരണമെന്നില്ല. കുറച്ചും കൂടി അനലിറ്റിക്കൽ എന്നുള്ള രീതിയിൽ ഇപ്പോൾ അവർ പറ്റി തുടങ്ങിയിട്ടുണ്ട് പല കാര്യങ്ങളും. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ എക്കണോമിക്സിൻ്റെ ഏരിയ. എക്കണോമിക്സ് ആക്ച്വലി നമുക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുന്നില്ല എങ്കിൽ കൂടി എക്കണോമിക്സിൻ്റെ 5 ഇയർ പ്ലാനിൻ്റെ ഇടയിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഇപ്പോൾ ഈ ഒരു പ്ലാനിംഗ് കമ്മീഷനൊക്കെ മുമ്പ് പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. സോ ഈ വിഷയങ്ങളൊക്കെ അത്യാവശ്യം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് ഈ പറയുന്ന സയൻസ് ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഈസി ആയിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷെ എപ്പോഴും അങ്ങനെ ആകണം എന്നില്ല. ഇറ്റ് ഡിപ്പെൻസ്, ഞാൻ എപ്പോഴും പറയുന്നു. അപ്പോൾ ഇത് അത്യാവശ്യം ഇപ്പോൾ ഈ ഒരു നടന്ന എക്സാമുകളെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്തിട്ട് ഇത് കുറച്ചും കൂടെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക, ചോദിക്കാൻ സാധ്യതയുള്ളത്. പ്ലസ് കറണ്ട് അഫയേഴ്സിന് അത്യാവശ്യം എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക. കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നല്ല രീതിയിൽ നോക്കുക. പിന്നെ ഒബ്വിയസ്ലി നമ്മുടെ മന്ത്രിസഭ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ കംപ്ലീറ്റ് അവാർഡുകൾ, ഓക്കെ, അതൊക്കെ ഞാൻ എൻ്റെ ലെവൽ 2 ചാനൽ മെമ്പർഷിപ്പ് എടുത്തവർക്ക് കംപ്ലീറ്റ് ആ അവാർഡുകളുടെ ബേസിക് ആയിട്ടുള്ള സാഹിത്യ പുരസ്കാരങ്ങളുടെയൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. ചിലപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ചോദിക്കാം കേട്ടോ. നമ്മൾ പ്രിലിംസ് 10th പ്രിലിംസ് എന്ന് പറയുന്നുണ്ടെങ്കിലും, ഒരു LGS ലെവലിലേക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിലിംസ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും, ഇപ്പോൾ അവരുടെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം എന്ത് തോന്നുന്നു, പറയുന്ന സ്റ്റാൻഡേർഡ് കയറ്റി വരുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളെ ഒന്ന് എന്ത് ചെയ്തെടുക്കേണ്ടി വരും, ലെവൽ കൂട്ടേണ്ടി വരും. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാം. പിന്നെ മാത്സ് ടഫായിട്ടുള്ളവർ ഒബ്വിയസ്ലി ഈ പറയുന്ന 2 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കാര്യങ്ങളും ഒന്ന് നോക്കുക, എങ്ങനത്തെ ടൈപ്പ് ഓഫ് മാത്സ് ആണ് വന്നത് എന്നുള്ളത്. അതിനെ ഒന്നും കൂടെ നല്ല രീതിയിൽ പഠിച്ച് സെറ്റാക്കി എടുക്കുക കേട്ടോ. ഞാൻ പറഞ്ഞത് നമ്മൾ ടെൻഷൻ അടിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഈ വന്ന രണ്ടീന്നും കണ്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യൻ ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള NCERTയുടെ ഈ പറയുന്ന കുറച്ച് പോർഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമല്ല, അത് നമ്മൾ ഭാര്യ വലിച്ച് പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കുറച്ചും കൂടെ പോയിന്റ് ഔട്ട് ചെയ്ത് ഒന്നില്ലെങ്കിൽ ഒരു നോട്ട് പോലെ എഴുതി തയ്യാറാക്കിയിട്ട് വല്ലതും നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് പഠിക്കാം. സോ ദാറ്റ് അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ടുള്ള എക്സാമിനാണെങ്കിൽ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.